ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പെറൂസിയയിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ടവരെ, നാം എപ്പോഴും വചനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു വിഷയമാണ് അനുസരണയില്ലായ്മ. ദൈവം സ്വന്തം മക്കളായി നമ്മളെ തീർക്കുകയും തൻ്റെ കൽപ്പനകൾ നമുക്കായി തരികയും ആ കൽപ്പനകളെ അനുസരിച്ച് ജീവിക്കുവാൻ നമ്മോട് കൽപ്പിക്കുകയും ചെയ്തു. എന്നാൽ നാം അവൻ്റെ കൽപ്പനകളെ വിട്ട് അവൻ്റെ സംരക്ഷണത്തിൽ നിന്ന് അകന്നുപോയി നമ്മുടെ സ്വന്തം അഭിലാഷങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും അടിമപ്പെട്ടുകൊണ്ട് ആ മോഹങ്ങൾക്ക് പിന്നാലുള്ള ഒരു ഓട്ടമായിട്ട് നമ്മുടെ ജീവിതത്തെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. വചനം പറയുന്നു, എൻ്റെ ജനം എന്നെ അനുസരിക്കുകയും ഇസ്രായേൽ എൻ്റെ വഴികളിൽ നടക്കുകയും ചെയ്തു എങ്കിൽ ഞാൻ ക്ഷണത്തിൽ അവരുടെ ശത്രുക്കളെ നശിപ്പിച്ച് അവരെ പകയ്ക്കുന്നവരുടെ മേൽ എൻ്റെ കൈ ഞാൻ തിരിക്കുമായിരുന്നു. എന്നെ ദ്വേഷിക്കുന്നവർ തന്നെ കൊണ്ട് വ്യാജം പറഞ്ഞു, അവർക്ക് എന്നേക്ക് സംഭ്രമം പിടിച്ചു. ഞാൻ പുഷ്ടിയുള്ള ഗോതമ്പ് അവരെ തീറ്റിക്കുമായിരുന്നു, പാറയിൽ നിന്ന് തേൻ കൊണ്ട് അവരെ സംതൃപ്തരാക്കുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവ് ഏറെ സ്നേഹവാനായിരിക്കുന്നത് പോലെ തന്നെ ദൈവം നീതിമാനാകുന്നു. അപ്പോൾ കർത്താവിൻ്റെ നീതിയിൻ പ്രകാരം നമ്മളോട് കരുണ ചെയ്യുവാൻ ദൈവം ആഗ്രഹിച്ചുകൊണ്ട് വീണ്ടും നമ്മളെ പ്രബോധിപ്പിക്കുന്നു, നിങ്ങൾ എൻ്റെ കൽപ്പനകളെ അനുസരിക്കുക. പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതത്തിൽ അനേകം പ്രയാസങ്ങളും പ്രശ്നങ്ങളും വരുമ്പോൾ സാധാരണ മനുഷ്യൻ എന്നുള്ള നിലയിൽ അതിനെ നേരിടുവാൻ നമുക്ക് പ്രാപ്തിയില്ല എന്ന് നാം മനസ്സിലാക്കും. പുറപ്പാടിൻ്റെ പുസ്തകം പറയുന്നു, നിങ്ങൾ ശാന്തരായിരിക്കുക, ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഏറെ അനുസരണയോടെ കർത്താവിൻ്റെ കരങ്ങൾക്ക് കീഴെ തൃപ്പാദത്തിങ്കൽ നമുക്ക് ശാന്തരായിരിക്കാം. കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.